UDFിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യപരമായ സംവിധാനമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ഷേമകാര്യ ചെയർമാനായിട്ട് പോലും ഒരു കാര്യം പോലും എന്നോട് അന്വേഷിക്കാനോ പറയാനോ തയ്യാറാവാതെ ഏകാധിപത്യപരമായി മുസ്ലിം ലീഗിൻ്റെ OP എന്ന് പറയുന്ന അദ്ദേഹമാണ് ഭരണം നടത്തിയിരുന്നത്. വെറും മെമ്പറായിരുന്ന OPയുടെ കയ്യിലാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പാർലമെൻറ്റേഴ്സ് ലീഡർ നടത്തിയിട്ടുള്ളത്. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്ത് ആ പഞ്ചായത്തിനെ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു കാരണവശാലും UDFുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധം തരാനും എനിക്ക് താല്പര്യപ്പെടാത്തത്. കഴിവില്ലാത്ത ആളുകളുടെ കയ്യിൽ മുസ്ലിം ലീഗ് വടി കൊടുത്തിട്ട് ആ പഞ്ചായത്തിനെ നശിപ്പിച്ചു എന്നാണ് എനിക്ക് ഏത് സമയത്തും പറയാൻ. ഏത് പക്ഷത്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടം, ഭരണപക്ഷത്തായ സമയത്തും പ്രതിപക്ഷം പോലെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന മനുഷ്യനാണ് ഞാൻ. കാരണം അതുപോലെയായിരുന്നു ആ ഭരണപക്ഷം കൊണ്ടുപോയിരുന്നത്. ഭരണപക്ഷത്തെ പ്രതിപക്ഷമായി ഞാൻ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് പ്രതിപക്ഷത്തിരുന്ന് പ്രതിപക്ഷമാവാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. തീർച്ചയായിട്ടും ശക്തമായി പോരാടും. ആ വാർഡിലെ, എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുത്തൊരു ഉറപ്പുണ്ട്. എൻ്റെ സ്വന്തം പൈസ ഉപയോഗിച്ചിട്ട് തന്നെ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ട്രീറ്റ് ലൈറ്റ് 6ാം വാർഡ് എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും ശക്തമായിട്ട് മുരടിച്ച വാർഡാണ്. ആ വാർഡിൽ എനിക്ക് തന്നെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് രാത്രിയായാൽ. അതുകൊണ്ട് എനിക്ക് നടക്കാൻ, വാർഡ് മെമ്പർക്കെങ്കിലും നടക്കണ്ടേ, ആ കോലത്തിൽ നശിപ്പിച്ച ആ വാർഡിലേക്ക് 1 ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് ലൈറ്റ് എൻ്റെ വകയായിട്ട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ 15 അഥവാ 2 ആഴ്ചക്കുള്ളിൽ തെരുവ് വിളക്ക് കത്തിച്ചാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഇനിയുള്ള തുടർച്ച എന്നാണ് ശ്രീ കുഞ്ഞിപ്പ പറയുന്നത്. 6ാം വാർഡിൽ 10-15 വർഷങ്ങളായിട്ടുള്ള വികസന മുരടിപ്പിന് ജനങ്ങൾ നൽകിയ ഒരു ശക്തമായിട്ടുള്ള ബാലറ്റിലൂടെയുള്ള പ്രതിഷേധമാണ് എൻ്റെ വിജയം. തീർച്ചയായിട്ടും ജനാധിപത്യപരമായി ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ 11ാം വാർഡിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഞാൻ മത്സരിച്ച അതേ സീറ്റിൽ തന്നെയാണ് മത്സരിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ 11ാം വാർഡിലെ. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ അവിടെ ജയിക്കാനുള്ള കാരണം ഞാൻ നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ നൽകിയ അംഗീകാരം മാത്രമാണ്. എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി കടപ്പാടും രേഖപ്പെടുന്നു. എല്ലാവർക്കും നന്ദി.